കണ്ണൂർ അഞ്ചരക്കണ്ടിയിലെ നിതിൻ രാജിന്റെ മരണം അന്വേഷിക്കാൻ പ്രത്യേക സംഘത്തെ നിയോഗിച്ചു. IG അജിത ബീഗത്തിനാണ് അന്വേഷണ ചുമതല. കുടുംബത്തിന്റെ ആവശ്യം പരിഗണിച്ചാണ് ആഭ്യന്തര വകുപ്പിന്റെ നടപടി. വിവരങ്ങളുമായി MS വീണയാണ് ചേരുന്നത്. വീണ, അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണോ ഈ കേസ് അന്വേഷിക്കുക? ഇത് സംബന്ധിച്ച് ആഭ്യന്തര വകുപ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് വ്യക്തമാക്കിയത്? അല്പസമയങ്ങൾക്ക് മുമ്പാണ് നിതിൻ രാജിന്റെ പിതാവ് രാജനും സഹോദരി നികിതയും സെക്രട്ടേറിയറ്റിലെത്തി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മുഖ്യമന്ത്രിയുമായും കുടുംബം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. പ്രതികളെ പിടികൂടണം. ഇന്ന് ഡോക്ടർ റാമിനെ പിടികൂടിയെങ്കിൽ പോലും മുഖ്യപ്രതിയാണ് അദ്ദേഹം, മാനസികമായി പീഡിപ്പിച്ചിരുന്നുവെന്നടക്കം നിതിൻ രാജ് കുടുംബങ്ങളോട് വ്യക്തമാക്കിയിരുന്ന ശബ്ദ സന്ദേശം അടക്കം പുറത്തു വന്നിരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ജാതി അധിക്ഷേപം വരെ മകന് നേരിടേണ്ടി വന്നിരുന്നുവെന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കിയ സാഹചര്യം ഉണ്ടായിരുന്നു. റാമിനെ മാത്രം പിടികൂടിയാൽ പോരാ, മറ്റ് അധ്യാപകർ കൂടി ഇതിൽ പങ്കുകൊണ്ട് അവരെയും നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം, അവർക്ക് തക്കതായ ശിക്ഷ നൽകണമെന്നുള്ള ഒരു നിലപാടാണ് കുടുംബം സ്വീകരിക്കുന്നത്. ആ സാഹചര്യത്തിലാണ് കുടുംബം ഇന്ന് വീണ്ടും ആഭ്യന്തരമന്ത്രിയെ കണ്ട് കൂടിക്കാഴ്ച നടത്തിയത്. നിലവിൽ ക്രൈംബ്രാഞ്ചാണ് കേസ് അന്വേഷിക്കുന്നത്. കണ്ണൂർ ചക്കരക്കല്ലാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള കേസന്വേഷണം നടക്കുന്നത്. ചക്കരക്കൽ പോലീസ് സ്റ്റേഷന്റെ കീഴിൽ നടക്കുന്ന അന്വേഷണത്തിൽ തൃപ്തികരമല്ലെന്ന് നേരത്തെ കുടുംബം ആരോപണം ഉന്നയിച്ചിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണവും തൃപ്തികരമല്ല. ഒപ്പം തന്നെ ഡോക്ടർ സംഗീതയ്ക്ക്, അതായത് ഈ കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ സംഗീതയ്ക്ക് ജാമ്യം വരെ ലഭിക്കുന്നതിന് സാഹചര്യം ഒരുക്കിയത് അന്വേഷണത്തിൽ സംഭവിച്ച പാളിച്ചയാണ്. അതിനാൽ തന്നെ മറ്റു പ്രതികളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാനും ഒപ്പം തന്നെ കേസിലെ മറ്റു പ്രതികളെ കൂടി അറസ്റ്റ് ചെയ്യുവാനുള്ള നടപടികൾ വേഗത്തിലാക്കണമെന്ന് കൂടി കുടുംബം ആഭ്യന്തരമന്ത്രിയെ കണ്ട് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചുകൊണ്ടുള്ള അന്വേഷണത്തിന് ആഭ്യന്തര വകുപ്പ് ഉത്തരവിട്ടിരിക്കുന്നത്. ഓക്കെ, അജിത ബീഗത്തിന്റെ നേതൃത്വത്തിലുള്ള ടീമാകും ഈ കേസ് അന്വേഷിക്കുക. അല്പസമയം മുമ്പ് നിതിൻ രാജിന്റെ പിതാവ് ആഭ്യന്തരമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇതിന് ശേഷമാണ് ഈ പ്രഖ്യാപനം ഉണ്ടായത്. MS വീണ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു.